ഹലോ. ഇന്ന് നോമ്പുറക്കാനായിട്ട് നോളജ് സിറ്റിയിൽ പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ നിന്ന് വയനാട് പോകണം. ഏത് ബസ്സിൽ കയറിയിട്ട് ഏത് ബസ്സിലായാലും കയറിയാൽ മതി. അവിടെ നിന്ന് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളതെന്ന് കേട്ടത്. എന്തായാലും പോയി നോക്കാം. പിന്നെ കൈതപ്പൊയിലെത്തി. ഇവിടെ നിന്ന് ആകെ 1 കിലോമീറ്റർ കുറച്ച് നടക്കാനുണ്ട്. മർക്കസ് എത്തി, നോളജ് സിറ്റി. പിന്നെ ഇവിടെ ഇപ്പോൾ മഴയായി. പോന്നപ്പോൾ മഴ ഉണ്ടായില്ല. സെറ്റ് അങ്ങനെ എത്തിയേക്കാണ്. കൊണ്ടിരിക്കുക. അങ്ങനെ അൽഹംദുലില്ലാ ലാസ്റ്റ് മർക്കസിൻ്റെ അവിടെ എത്തി. അവന്റെ നാവിനെ കാത്തു സൂക്ഷിക്കാൻ. നോമ്പർക്ക് അങ്ങനെ കാത്തിരിക്കണേ. നോമ്പർക്ക് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്ക് പോയി നിസ്കരിക്കാനായിട്ട്. മാഷാല്ലാ എന്താല്ലേ പള്ളിയുടെ ഇൻറ്റീരിയർ വർക്കുകളും. ഒരേ സമയത്ത് 25,000 ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റിയ സ്പേസ് തന്നെ ഉണ്ട് ഇവിടെ. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളി ഇങ്ങനെ ചുറ്റിനും കണ്ട് എക്സ്പ്ലോർ ചെയ്യാണ് ഉള്ളിൽ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ബദ്രീങ്ങളുടെ ആണ്ടിരുന്നു. അപ്പോൾ അതും കൂടി ഈ കാണുന്നതൊക്കെ ബദ്രീങ്ങളുടെ ആണ്ടിൻ്റെ തിരക്കായിരുന്നു. അവിടുത്തെ ദിക്കർ പരിപാടിക്ക് വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. നിറഞ്ഞ സ്ഥലം, സഫൊക്കെ ആകെ നിറഞ്ഞ് ഇത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളീനെ നമ്മളെല്ലാവരും ജാമിഉൽ ഫുത്തൂഹ് പറയുന്നുണ്ട്. പിന്നെ ഇത് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നും പറയുന്നുണ്ട്. ഇതിന് 4 ഡോറുണ്ട്. 4 ഡോറിന് 4 പ്രത്യേകതകളാണ് ഇവർ പറയണത്. ഒന്ന് മക്ക ഗേറ്റ് എന്ന് പറയും, പിന്നെ ഒന്നിന് മദീന ഗേറ്റ് എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറൊരെണ്ണത്തിന് സാം ഗേറ്റ് എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറൊരു ഡോറിന് യമൻ ഗേറ്റ് എന്ന് പറയും. അത് ഓരോന്നിനും ഓരോ ഡയറക്ഷൻ ആയിട്ടാണ് ഡോറുകൾ കാര്യങ്ങൾ ഇരിക്കണം. അങ്ങനെ തിക്കറും കാര്യങ്ങളൊക്കെ ഒരു വിധമായപ്പോൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് ഇറങ്ങിയാണ്. പള്ളിയൊക്കെ കണ്ട് അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് ഉഷാറായി. ഇനി മെല്ലെ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകണം. ഇത് പള്ളിയുടെ അടിയിൽ തന്നെ ഉള്ള സ്പേസിലാണ് ഇവർ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തത്. പള്ളിയുടെ ചുറ്റും ഷോപ്പാണ്. കിടില ഇടിവെട്ടും മഴയാണ്. Guys, finally we reached our home.